നമ്മുടെ മലയാള സിനിമയിലെ നടന്മാരിൽ പ്രത്യേകിച്ച് നായകന്മാരിൽ ഏറ്റവും നന്നായിട്ട് കോമഡി ചെയ്യുന്ന ഒരു പ്രധാന നടനാണ് ജയറാം. നമുക്കറിയാം ജയറാം മിമിക്രിയിലൂടെയാണ് സിനിമയിലോട്ട് വരുന്നത്. പക്ഷെ ജയറാമിന്റെ തുടക്കകാലത്ത് ആദ്യത്തെ ഒന്ന് രണ്ട് സിനിമകളൊന്നും ജയറാമിന് അങ്ങനെ ഒരു കോമഡി ചെയ്യാനുള്ള ഒരു സ്പേസുള്ള സിനിമകളല്ലായിരുന്നു. നമുക്കറിയാം പത്മരാജന്റെ സിനിമകളിലൂടെയാണ് അദ്ദേഹം വന്നത്. എന്നാൽ അദ്ദേഹം കോമഡി വേഷം ആദ്യമായിട്ട് ചെയ്ത അസാധ്യമാക്കിയ ഒരു സിനിമ, ആ ഒരു സിനിമയും അതിന്റെ ചില പിന്നാമ്പുറ കഥകളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിജയ് തമ്പി എന്ന് പറയുന്ന ഒരു സംവിധായകൻ കമേഴ്ഷ്യൽ ഹിറ്റുകൾ ഒരുപാട് ഒരുക്കിയിട്ടുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ തുടക്കകാലത്തെ സിനിമകൾ അതൊക്കെ ഇന്നും നമ്മൾ ഒരുപാട് റിപ്പീറ്റ് ആയിട്ട് കാണും. ഇന്ന് അദ്ദേഹം അങ്ങനെ സംവിധാന രംഗത്ത് അത്ര സജീവമല്ല. പക്ഷെ അദ്ദേഹം ചെയ്തു വെച്ച സിനിമകൾ അത് ഒരു 80കളുടെ അവസാനവും 90കളിലൊക്കെ അദ്ദേഹം ചെയ്ത ഒരുപാട് നല്ല നല്ല സിനിമകളുണ്ട്. കൂടുതലും നല്ല തമാശ നിറഞ്ഞ സിനിമകളൊക്കെയാണ്. അപ്പൊ അദ്ദേഹം രണ്ടാമത് ചെയ്തൊരു സിനിമ അതായിരുന്നു വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പൊ ആ ഒരു സിനിമയിലേക്ക് അദ്ദേഹം എത്തിയതും അതിന്റെ ചില കഥകളൊക്കെ ഉണ്ട്. അതായത് ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു സിനിമ, ജയറാമിന്റെ തന്നെ ആ തുടക്കകാലത്തുള്ള സിനിമകളിൽ ഒന്ന് തന്നെയാണ് അതൊക്കെ. ആ ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസിന്റെ സംവിധായകൻ കമലായിരുന്നു, അതിന്റെ തിരക്കഥാകൃത്ത് കല്ലു ഡെന്നീസൊക്കെ. അപ്പോൾ അന്ന് കല്ലു ഡെന്നീസ് അതിന്റെ ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്, കല്ലു ഡെന്നീസും കൂടിയാണ് അതിന്റെ ആ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് വിജയ് തമ്പിയുടെ ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്ന് പറയുന്ന ഒരു സിനിമ റിലീസാവുന്നു. അങ്ങനെയാണ് ആ ഒരു ടൈമിലാണ് ഈ പറയുന്ന കല്ലു ഡെന്നീസിനെ വിജയ് തമ്പി പരിചയപ്പെടുന്നത്. അപ്പോൾ പാരലലി ഇത് വിജയ് തമ്പിയുടെ ഒരു ഒരു എന്താ പറയുക ഒരു കരിയർ എന്ന് പറയുന്നത്, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ബാലചന്ദ്രമേനോന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രമേനോൻ തന്നെ അദ്ദേഹത്തെ സിനിമയിലോട്ട് എന്താ പറയുക ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആക്കി മാറ്റുകയാണ്. ബാലചന്ദ്രമേനോന്റെ ഒരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു അത്, ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്. അപ്പോൾ ആ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി അത്യാവശ്യം നല്ല അഭിപ്രായവും ഒക്കെ കിട്ടി നിൽക്കുന്ന ഒരു സമയത്താണ് അടുത്തൊരു സിനിമ. അപ്പോൾ ആ ഒരു സിനിമ റിലീസിന് മുമ്പ് തന്നെ വിജയ് തമ്പിക്ക് അടുത്തൊരു സിനിമയുടെ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ വന്നു, എൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ റെഡി. അപ്പോൾ ജഗതി ശ്രീകുമാറിന്റെ ഒരു കഥ, ജഗതി ശ്രീകുമാർ പറഞ്ഞ ഒരു കഥയുണ്ട്. ആ ഒരു കഥ എന്ന് പറയുന്നത്, രണ്ട് ചെറുപ്പക്കാര്, തൊഴിൽരഹിതരായ ചെറുപ്പക്കാർ സ്വയം തൊഴിൽ കണ്ടെത്തുന്നു, പിന്നീട് അവരൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നു. അങ്ങനെ ഒരു 3-4 വരിയിൽ മാത്രം ജഗതി ശ്രീകുമാർ പറഞ്ഞൊരു കഥയുണ്ട്. അപ്പൊ ഇത് ജോൺ പോൾ എഴുതാം എന്നുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ജോൺ പോളിനാണെങ്കിൽ അന്ന് ഒരുപാട് തിരക്കാണ്, കല്ലു ഡെന്നീസിനും തിരക്കാണ്. അപ്പോൾ ജോൺ പോൾ ആദ്യം എഴുതാമെന്ന് ഏൽക്കുന്നു. ആ സമയത്ത് തന്നെയാണ് ജോൺ പോളിന് ഉത്സവ പിറ്റേന്ന് എന്ന് പറയുന്ന ഭരത് ഗോപിയുടെ സിനിമ, ഭരത് ഗോപി ആദ്യമായിട്ട് സംവിധായകനാവുന്നതാണ് എൻ്റെ ഓർമ്മ. ആദ്യമായിട്ട് സംവിധാനം ചെയ്തൊരു സിനിമ. അപ്പോൾ അതിൻ്റെ ഒരു എഴുത്ത് ജോൺ പോളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ ഭരത് ഗോപി ആ സമയത്ത് കോയമ്പത്തൂർ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിന് പോകാനുള്ള ഒരു പ്ലാനില്. അപ്പോൾ കോയമ്പത്തൂർ കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും. അപ്പോൾ ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ജോൺ പോളും അതിൻ്റെ ഒരു ഡിസ്കഷനായിട്ട് അവിടെ പോകുന്നു. അപ്പോൾ ജോൺ പോൾ വിജയ് തമ്പിയുടെ അടുത്ത് പറഞ്ഞു, ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ഫിക്സ് ആയി വിറ്റ്നസിന്റെ. വിജയ് തമ്പിയുടെ അടുത്ത് പറയുന്നു, ഞാൻ കോയമ്പത്തൂരിൽ ഇരുന്ന് ഭരത് ഗോപിയുടെ ഒരു സിനിമയുടെ ഡിസ്കഷൻ ആ സമയത്ത് തന്നെ ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് ആക്കിക്കോളാം, എന്നിട്ട് ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ ഷൂട്ട് തുടങ്ങുന്ന തലേ ദിവസം എത്താം എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അവിടെ എന്താ പറയുക, വിജയ് തമ്പിക്ക് ഫസ്റ്റ് സിനിമ തന്നെ വിജയ് തമ്പിക്ക് വിചാരിച്ച പോലെ സ്ക്രിപ്റ്റ് ഒന്നും റെഗുലർ മുമ്പ് കിട്ടിയിരുന്നില്ല. ബാലചന്ദ്രമേനോൻ ലൊക്കേഷനിൽ അന്നുള്ള ദിവസങ്ങളുടെ സ്ക്രിപ്റ്റ് മാത്രമേ എഴുതിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സ്ക്രിപ്റ്റ് എന്തായാലും ഇതിൽ എനിക്ക് പക്ക വേണം എന്ന രീതിയിൽ നേരെ ജോൺ പോളിനെ കാണാൻ വേണ്ടി ചെല്ലുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ജോൺ പോൾ അതിന്റെ സ്ക്രിപ്റ്റ് ഒന്നും പൂർണ്ണമാക്കിയിട്ടില്ല. അങ്ങനെ കല്ലു ഡെന്നീസിനെ ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ വിളിക്കുന്നു. കല്ലു ഡെന്നീസ് ജോൺ പോളിനെ കാണുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ഏകദേശം ഒരു സ്ക്രിപ്റ്റ് ആക്കിയ ശേഷമാണ് ഏകദേശം ഷൂട്ടിന്റെ തലേ ദിവസം ഈ പറയുന്ന വിജയ് തമ്പിയുടെ കയ്യിൽ സ്ക്രിപ്റ്റ് എത്തുന്നത്. പക്ഷെ സ്ക്രിപ്റ്റ് കിട്ടിയപ്പോഴും വിജയ് തമ്പി പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ആ ഒരു സിനിമ ഉദ്ദേശിച്ച ലെവലിൽ അതിന്റെ ഒരു ഹ്യൂമറും കാര്യങ്ങളൊന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല. കാരണം ആ ഒരു സിനിമ നമുക്ക് കണ്ടവർക്ക് അറിയാം, ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഹ്യൂമർ, പിന്നീട് അതൊരു മർഡർ മിസ്റ്ററി ആ ഒരു ലെവലിലോട്ടാണ് എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് വിജയ് തമ്പിയുടെ വളരെ അടുത്ത സുഹൃത്ത് തന്നെയാണ് കമലിന്റെ ആദ്യത്തെ സിനിമയൊക്കെ വിജയ് തമ്പി അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ കമൽ ആ സമയത്ത് ഓർക്കാപ്പുറത്ത് എന്ന് പറയുന്ന സിനിമയൊക്കെ റിലീസായി നിൽക്കുകയാണ്. അപ്പോൾ കമൽ രഞ്ജിത്ത് എന്നൊരു പുതിയ തിരക്കഥാകൃത്തായിട്ട് ഇങ്ങനെ വരികയാണ്. എനിക്ക് കഥയാണ് ഓർക്കാപ്പുറത്തിന്റെ എഴുതിയത്, പിന്നീട് കമലിന്റെ പെരുവണ്ണാവരൊക്കെ എഴുതി. അപ്പോൾ കമലിന്റെ കൂടെ അന്ന് രഞ്ജിത്തുണ്ട്. അങ്ങനെ കമലും രഞ്ജിത്തും കൂടിയാണ് അതിലെ കുറെ ഹ്യൂമർ സീൻസ് ഒക്കെ ഒന്ന് പൊലിപ്പിച്ചത്. പിന്നീട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ജയറാമും ജഗതി ശ്രീകുമാറും കൂടെ കുറെ ഹ്യൂമർ സീൻസ് പൊലിപ്പിച്ചു. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഫോർമാറ്റ് ആക്കിയത്. എനിക്ക് തോന്നുന്നു അതിൽ രഞ്ജിത്തിന്റെ കമലിന്റെയും വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷെ ഇന്ന സിനിമ നമ്മൾ കാണുമ്പോൾ അതിൽ കഥ ജഗതി ശ്രീകുമാർ വിജയ് തമ്പി, കാരണം ജഗതി ശ്രീകുമാർ പറഞ്ഞ ഒരു ത്രെഡ് വിജയ് തമ്പി ഒന്ന് പൊലിപ്പിച്ച് ഒരു കഥയാക്കി. തിരക്കഥ ജോൺ പോൾ കല്ലു ഡെന്നീസ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ രഞ്ജിത്തിന്റെ പേര് വെച്ചിട്ടില്ലെങ്കിലും രഞ്ജിത്തിന്റെയും ഈ പറഞ്ഞ കമലിന്റെ ഒക്കെ ഒരു ഇതുണ്ട്, അതിൻ്റെ അകത്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇത് കണ്ട അതിൻ്റെ ഒരു കാസ്റ്റിംഗ് നമ്മളൊന്ന് കാണുമ്പോൾ പറയാം, ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എല്ലാ വലിയ സ്റ്റാർസ് ആണ്. അതായത് ആദ്യത്തെ സൂപ്പർ സ്റ്റാർസിൽ ഒരാളായ മധു സാറ്, പിന്നീട് ഉള്ള ജനറേഷനിലെ സൂപ്പർ സ്റ്റാറായ സുകുമാരൻ, അതിനുശേഷം സൂപ്പർ സ്റ്റാർസായ ജയറാമും
സുരേഷ് ഗോപിയും. അതിൽ സുരേഷ് ഗോപി ഒരു നെഗറ്റീവ് റോളാണ് അതിൽ ചെയ്തിരിക്കുന്നത്. ജയറാമാണ് ഹീറോയായിട്ട് അഭിനയിച്ചത്. പിന്നെ ജഗദീഷ് ശ്രീകുമാർ നമുക്കറിയാം. ജഗദീഷ് ശ്രീകുമാർ എന്നും ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് ശരിക്കും. നമുക്ക് അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ജഗതി എന്ന് പറഞ്ഞ ജഗതി ഇല്ലാത്ത സിനിമകൾ ഉണ്ടായിരുന്നില്ല നമുക്കറിയാം. അപ്പൊ ഇതിൽ ജഗതിയുടെ ഒപ്പം തന്നെ കട്ടയ്ക്കാണ് ഈ പറഞ്ഞ പോലെ ജയറാം അതിൽ പെർഫോം ചെയ്തത്. പലവരും വിജിത് തമ്പി ഉൾപ്പെടെയുള്ള ഇന്റർവ്യൂവിൽ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ജയറാമിന്റെ പിന്നീടുള്ള ഹ്യൂമർ സിനിമകളിൽ ഇതിനൊരു ഒരു തുടക്കം തന്നെയായിരുന്നു ഈ ഒരു സിനിമ. കാരണം അതേപോലെയായിരുന്നു ഈ ഒരു സിനിമ ജയറാം പെർഫോം ചെയ്തത്. പിന്നെ അതിൽ അന്ന് മധുസാറിനെ പ്ലാൻ ചെയ്യുന്നു. പിന്നീട് മധുസാറിന്റെ കുറച്ച് ഡേറ്റിന്റെ ഇഷ്യൂസ് എന്താ വന്നു കഴിഞ്ഞപ്പോൾ പ്രേം നസീറിനെ ആലോചിച്ചാലോ എന്നൊരു ചിന്തയൊക്കെ വന്നിരുന്നു. പക്ഷെ പിന്നീട് വീണ്ടും മധു തന്നെ ആ സിനിമ വേഷം ചെയ്യുന്നു. ജയഭാരതിയും മധു ഒരുമിച്ച് ഒരു ഒരുപാട് നാളുകൾക്ക് ശേഷം അഭിനയിക്കുന്നു. പിന്നെ സുകുമാരന് ശക്തമായ ഒരു വേഷം. എനിക്കൊണ്ട് വിജിത് തമ്പിയുടെ പിന്നീട് ന്യൂ ഇയർ ഉൾപ്പെടെയുള്ള സിനിമകളിലൊക്കെ സുകുമാരൻ ശക്തമായിട്ടുള്ള റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു വിജിത് തമ്പിയും സുകുമാരനുമായിട്ടൊക്കെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതേ സുകുമാരന്റെ മകൻ പൃഥ്വിരാജിന്റെ തുടക്കാലത്തെ സിനിമകൾ കൃത്യം, അതുപോലെ തന്നെ നമ്മൾ തമ്മിൽ, ഇതൊക്കെ വിജിത് തമ്പിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സിനിമയിലെ ടൈറ്റിലിൽ ഫ്രണ്ട്ലി അപ്പിയറൻസ് എന്ന് പറഞ്ഞൊരു 3 നടന്മാരുടെ പേരുണ്ട്. തിക്കുറിശി, ജഗദീഷ്, നെടുമുടി. ഇതിൽ തിക്കുറിശി നമുക്കറിയാം, അതിൽ പശുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ജഗതിയുടെ കയ്യിൽ പശുവിനെ കൊടുക്കുന്ന ആ ഒരു സീനിലാണ് തിക്കുറിശി അഭിനയിച്ചിട്ടുണ്ട്. ജഗദീഷ് ഇതിലൊരു തട്ടുകടക്കാരനായിട്ടാണ് ഇവരുടെ കൂടെ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ അത് ചെറിയ റോളൊക്കെയാണ് ജഗദീഷ്, പക്ഷെ അതൊക്കെ ഒരു ബന്ധത്തിന്റെ പുറത്ത് ചെയ്തതായിരിക്കും. പിന്നെ നെടുമുടി വേണു ഇതിൽ നെടുമുടിയായിട്ട് തന്നെയാണ് വന്ന് ഇവരുടെ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നതും ഒക്കെ ചെയ്തത്. പിന്നെ അതിൽ ഈ പറഞ്ഞ പോലെ പാർവതി അപരൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ജയറാമിന്റെ സഹോദരിയായിട്ട് അഭിനയിച്ചു. അതിനുശേഷം ഇതിൽ പേരായിട്ട് വരുന്നു. ഇതിലാണ് അവർ തമ്മിലൊരു കൂടുതൽ സൗഹൃദമാവുന്നതും പിന്നീട് ഒരു പ്രണയത്തിലേക്ക് പോകുന്നതൊക്കെ. അപ്പോൾ ജയറാമിനെ ഈ പറഞ്ഞ പോലെ ജയറാമിന്റെ ആദ്യത്തെ സിനിമ അപരൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് വിജിത് തമ്പി ഈ ഒരു സിനിമയിലോട്ട് കമ്മിറ്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കൊണ്ട് മുമ്പ് എപ്പിസോഡ് ചെയ്തിരുന്നു. ജയറാമിന് ഒരു അപരൻ എന്ന് പറഞ്ഞാൽ പത്മരാജൻ കൊണ്ടുവരുന്ന നായകനാണ്. അപ്പൊ അതിന് മുമ്പ് തന്നെ ജയറാമിന് ഒരുപാട് സിനിമകൾക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ ആദ്യത്തെ ക്രിസ്മസ്, ഒന്നായിരുന്നു വിറ്റ്നസ്. ഉണ്ണികൃഷ്ണൻ ആദ്യത്തെ ക്രിസ്മസ് ആദ്യം തുടങ്ങി, അത് കഴിഞ്ഞിട്ടാണ് വിറ്റ്നസ് തുടങ്ങുന്നത്. എന്തായാലും വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സിനിമയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ രസകരമായിട്ടുള്ള സീൻസ് ഉണ്ട്. അതിൽ ഏതൊക്കെ സീൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ പറയാം. അതുപോലെ ജയറാം എന്ന് പറയുന്ന നടന്റെ അതിൽ തുടക്കകാലത്തെ ഒരു 3ാമത്തെ 4ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ അതിഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജയറാമിന്റെ അഭിനയത്തെക്കുറിച്ചും നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമന്റ് ചെയ്യുക.